സംസ്ഥാനത്ത് ഇതുവരെ സംഭരിച്ച നെല്ലിന്റെ വില തിങ്കളാഴ്ച മുതൽ 30 രൂപ നിരക്കിൽ നൽകുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി.ആർ. അനിൽ ആലപ്പുഴയിൽ അറിയിച്ചു. ചൊവ്വാഴ്ച മുതൽ FCIയുമായും സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷനുമായും സഹകരിച്ച് നെല്ല് സംഭരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് നിലവിൽ സർക്കാർ നിശ്ചയിച്ച പ്രകാരം നെല്ല് സംഭരിക്കുന്ന മില്ലുകൾക്ക് പുറമെ കൂടുതലായി കൊയ്തുവെച്ചിരിക്കുന്ന നെല്ല് വരുന്ന ചൊവ്വാഴ്ച മുതൽ FCIയുമായും സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷനുമായും സഹകരിച്ച് സംഭരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി.ആർ. അനിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൃഷിക്കാർ ഉൽപ്പാദിപ്പിച്ച നെല്ല് അതിൻ്റെ ആദ്യ സീസൺ ആരംഭിച്ചുവെങ്കിലും നെല്ല് സംഭരിക്കാൻ നെല്ലുടമകളുടെ സംഘടനകൾ നിസ്സഹകരണ നിലപാട് സ്വീകരിച്ച സാഹചര്യം, ആ സാഹചര്യത്തെ എങ്ങനെ മറികടക്കാം എന്നതാണ് ഗവൺമെൻറ് ആലോചിച്ചത്. പഴയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. കഴിഞ്ഞ വർഷവും കഴിഞ്ഞ സീസണിലുമെല്ലാം സംഭരിച്ച നെല്ലിന് നൽകിയ സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഇനത്തിലുള്ള തുകകൾ നല്ല തോതിലുള്ള വർധനവ് വരുത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ നെല്ല് സംഭരണത്തിൽ സഹകരിക്കാൻ സംഘടനകളോട് അഭ്യർത്ഥിച്ചത്. എന്നാൽ തയ്യാറാകാത്ത സാഹചര്യത്തിൽ മില്ലുടമകളുമായി സപ്ലൈകോ കഴിഞ്ഞ ആഴ്ച നടത്തിയ ചർച്ചയിൽ 4 മില്ലുകൾ നെല്ല് സംഭരിക്കാൻ തയ്യാറായി രംഗത്ത് വന്നു. 2432 മെട്രിക് ടൺ നെല്ല് ഇന്നലെയും മെനഞ്ഞാന്നുമായി കഴിഞ്ഞ 3 ദിവസമായി സംഭരിച്ചു. ഇന്നും ആ സംഭരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട്, തൃശ്ശൂർ, കോട്ടയം, ആലപ്പുഴ 4 ജില്ലകളിൽ നിന്ന് കൃഷിക്കാരിൽ നിന്ന് നെല്ല് സംഭരിക്കുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ചയും അതിനടുത്ത ആഴ്ചകളിലും നവംബർ മാസവും ഡിസംബർ മാസവുമാണ് ഏറ്റവും കൂടുതൽ കൊയ്ത്ത് നെല്ലുൽപാദനത്തിൻ്റെ വലിയ തോതിലുള്ള കൊയ്ത്ത് നടന്ന് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അത് കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെൻറ് ഒരു ബദൽ സംവിധാനം രൂപപ്പെടുത്താനാണ് ആലോചിച്ചത്. ആ ചർച്ചകൾ പൂർത്തിയായി. നമുക്ക് കൂടുതലായി വരുന്ന സംഭരണത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അടുത്ത ആഴ്ച ചൊവ്വാഴ്ച മുതൽ FCIയുമായി സഹകരിച്ച് കർഷകൻ്റെ നെല്ലെടുക്കാനുള്ള നടപടികൾ ആയി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. FCI പൂർണ്ണമായും നെല്ല് സംഭരിക്കും. സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ ഗോഡൌണുകളിൽ നെല്ല് സൂക്ഷിക്കും. നെല്ല് സംഭരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിന് ആലപ്പുഴ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കർഷകരും സപ്ലൈകോ ഉദ്യോഗസ്ഥരുമായി നടന്ന ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. കൃഷിമന്ത്രി P. പ്രസാദും ചർച്ചയിൽ പങ്കെടുത്തു. സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ ഗോഡൌണുകളിൽ സംഭരിക്കുന്ന നെല്ല് സൂക്ഷിക്കും. മറ്റ് നടപടികളിലേക്ക് വരും ദിവസങ്ങളിൽ മുന്നോട്ടു പോകാനും തീരുമാനമായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മില്ലുടമ സംഘടനകളുമായി മുഖ്യമന്ത്രി ഉൾപ്പെടെ ചർച്ച ചെയ്തിട്ടും സംഭരണ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ നിരവധി മില്ലുകൾ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കർഷകരുടെ പ്രയാസം ഒഴിവാക്കുന്നതിനായി ബദൽ മാർഗങ്ങൾ സർക്കാർ ആവിഷ്കരിച്ചതെന്നും മന്ത്രി പറഞ്ഞു. കർഷകർ ഇതുവരെ സംഭരിച്ച നെല്ലിന്റെ പണം തിങ്കളാഴ്ച മുതൽ നൽകി തുടങ്ങും. FCI സംഭരിച്ചു തുടങ്ങുന്ന നെല്ലിന്റെ വില ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സർക്കാർ തീരുമാനിച്ച തുകയായ 30 രൂപ നിരക്കിൽ നൽകാൻ PRS വായ്പയുടെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സംഭരണത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്ന കുട്ടനാട്ടിലായിരുന്നുവെന്ന് കൃഷിമന്ത്രി P. പ്രസാദ് പറഞ്ഞു. കൊയ്ത്തിന്റെ സമയം ആവുമ്പോഴേക്കും മില്ലുകൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതായിരുന്നില്ല. മില്ലുടമകൾ ആനുകൂല്യങ്ങൾ കൂടുതലായി ലഭിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അന്യായമായ ആവശ്യങ്ങൾ ഉയർത്തി നെല്ല് സംഭരണത്തെ തന്നെ തകിടം മറിക്കാൻ ശ്രമിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. CDNet ന്യൂസ്, ഹരിപ്പാട്.